ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആവശ്യമില്ലാത്ത കർമ്മത്തിന്റെയും അടിസ്ഥാനം ഇപ്രകാരമുള്ള ഭൗതിക ജ്ഞാനങ്ങളും ഇവിടെ മനുഷ്യരെ സംസാരിച്ചിട്ടുള്ളതും പിശാചികൾ വരെ സംസാരിച്ചിട്ടുള്ളതുമായിരിക്കുന്ന വാക്യങ്ങളാണ്. അപ്പോ അതകത്ത് തെറ്റിദ്ധാരണ പറ്റുന്നത് വേദപുസ്തകത്തിൽ ഇത്രാം പുസ്തകം ഇത്രാം അധ്യായം ഇത്രാം വാക്യമെടുത്ത് വായിച്ചെന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മളെടുത്ത് ശലോമോന്റെ കാര്യം വായിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ വായിച്ചു കഴിയുമ്പോൾ ഈ വാക്യം എവിടെയുള്ളതാ? ഭഗവത്ഗീതയിലുള്ളതാണോ, ഖുർആനിലുള്ളതാണോ, ബൈബിളിലുള്ളതാണോ? അടുത്ത ചോദ്യം. എന്താ മറുപടി? ബൈബിളിലുള്ളതാ. അത് പഴയ നിയമത്തിലുള്ളതാണോ, പുതിയ നിയമത്തിലുള്ളതാണോ? പഴയ നിയമത്തിലുള്ളതാ. അത് ഏത് പുസ്തകത്തിലുള്ളതാ? സഭാപ്രസംഗിയിലുള്ളതാ. സഭാപ്രസംഗി എന്ന് പറയുന്ന പുസ്തകം 64 പുസ്തകത്തിൽ ഒന്നല്ലേ? അതെ. ഇങ്ങനെയൊക്കെ 4 ചോദ്യം ചോദിച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പൊ ഈ വളരെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അല്ലേ? അയ്യോ കണ്ടിട്ടില്ല. ഒരു വലിയ നിധി കിട്ടിയ പോലെയാ. അങ്ങനെയാണല്ലോ എല്ലാവരുടെയും വാദഗതി ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോ എന്നിട്ട് ഇത് പറഞ്ഞു കഴിയുമ്പോൾ ശരിയാ എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 1, 2, 3 നൂറ്റാണ്ടിൽ കർത്താവിന്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരു ശവസംസ്കാരം നടന്നു കിട്ടാൻ സാധ്യത 12-ൽ ഒരുവനായ സ്വാഭാവിക മരണം പ്രാപിച്ച യോഹന്നാൻ ആയിരിക്കും. പക്ഷേ അവൻ രക്തസാക്ഷിയായി മരിക്കാതെ മരിച്ചെങ്കിലും അവന്റെ ശവസംസ്കാരത്തെ സംബന്ധിച്ചൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അവൻ പത്മോസ് എന്ന ദ്വീപിൽ റോമൻ ചക്രവർത്തിയാൽ നാടുകടത്തപ്പെട്ടവനായി കർത്താവിനെ പ്രസംഗിച്ചതിനാൽ അവന്റെ ശിക്ഷ നാടുകടത്തപ്പെട്ടുകയാണ്. പണ്ടുകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഇതൊരു ശിക്ഷയായിരുന്നു, നാടുകടത്തൽ. ഇപ്പോ അത് ഇല്ല. ജീവപര്യന്തം ജയിൽ ശിക്ഷ അല്ലെങ്കിൽ തൂക്കിക്കൊല. ഈ നാടുകടത്തൽ ഇപ്പോൾ ഇല്ല. കാരണം ഇപ്പൊ നാടുകടത്താൻ പറ്റത്തില്ല. ഇതുപോലെയുള്ളതായിരിക്കുന്ന ഈ ആധുനിക സംവിധാനം വന്നു കഴിഞ്ഞപ്പോൾ നാടുകടത്തലും അവനവിടെ നാടുകടത്തി കിടക്കുന്നിടത്ത് വല്ല ടവറും ഉണ്ടെങ്കിൽ അവനവിടെ അവന്റെ കയ്യിൽ ഇപ്പോഴത്തെ നമ്മുടെ മൊബൈലും ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ എവിടെ ഇരിക്കുന്നവരും തമ്മിൽ ഇപ്പൊ സമ്പർക്കം പുലർത്താം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം വന്നപ്പോൾ ഇപ്പൊ നാടുകടത്തലിന് വലിയ പ്രസക്തിയില്ല. അതൊരു നല്ല കാര്യമായിട്ട് ആളുകൾ വിചാരിക്കും. സ്വസ്ഥതയുള്ള ദൂരം എല്ലാം അറിയുകയും ചെയ്യാം. ഇല്ലേ? ക്യാമറ അവന്റെ കയ്യിൽ കാണും, പല സംവിധാനങ്ങളൊക്കെ കാണും. അപ്പൊ നാടുകടത്തൽ ഇപ്പോൾ ഇല്ല. പക്ഷെ ആ കാലത്ത് ഇതൊന്നുമില്ല. അതുകൊണ്ട് പത്മോസ് ദ്വീപിൽ സ്വാഭാവിക മരണം എന്ന് പറഞ്ഞാൽ മറ്റാരും കൊന്നില്ലെങ്കിലും സ്വാഭാവിക മരണം പ്രാപിച്ചുവെങ്കിലും അവന്റെ ശവസംസ്കാരം നടത്തിയോ എന്ന് അറിയത്തില്ല. ഇനി നടത്തിയെന്ന് ഒരു വാദഗതിക്ക് സമ്മതിച്ചാലും 12-ൽ 11 പേരും ശവസംസ്കാരം കൂടാതെ മരിച്ചു. തലകീടായി തൂക്കിക്കൊന്നവനെ ആരാ അടക്കിയത്? വാളുകൊണ്ട് വെട്ടിക്കൊന്നവനെ ആരാ അടക്കിയത്? അതൊക്കെ ഈ റോമൻ ഗവൺമെന്റിന്റെ ശിക്ഷയാണ്. കുരിശിൽ തൂക്കിക്കൊല്ലുക. അവിടെയെല്ലാം അടക്കാൻ കിടക്കുവാണോ? അവിടെയെല്ലാം നാട്ടുകാർ വന്ന് കെങ്കമമായ ശവസംസ്കാരം നടത്താൻ കിടക്കുവാണോ? അത് കൊലക്കളമാണ്. വനാന്തരങ്ങൾ, വനാന്തരങ്ങൾ. അവിടെ ഇങ്ങനെ ദിവസം തോറും ആളുകളെ വെട്ടിക്കൊന്നുകൊണ്ടിരിക്കും രാജ്യ നിയമം അനുസരിച്ച്. ആ വനാന്തരത്തിൽ അത് വന്യ പക്ഷികളോ മൃഗങ്ങളോ ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കും. കർത്താവിനെ തൂക്കിക്കൊന്നു, കള്ളന്മാരെയും തൂക്കിക്കൊന്നു. കർത്താവിനെ മാത്രം അടക്കി, മറ്റവരെ അടക്കിയില്ലോ നമുക്ക് അറിയത്തില്ല. ജാകാതിരുന്നിട്ട് അമ്മമാരുടെ കാലും കുത്തി ഒടിച്ച് അടിച്ചു തകർത്തല്ലേ, കാലും മുടിച്ചല്ലേ അവരെ കൊന്നത്. ശവത്തിൽ അവിടെ ഇരിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അങ്ങനെ ഈ ശിക്ഷിച്ചു കൊല്ലുന്നവരെ എല്ലാം അടക്കാനായിട്ട് പറ്റുമോ? പറ്റത്തില്ല. ആകയാൽ വളരെ ചുരുക്കം അപ്പോസ്തലന്മാരുടെ കാര്യമായി പത്രോസ്, പൗലോസ്, യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. ചുരുക്കം ആളുകളുടെ മാത്രമേ കാര്യം ഇതിനകത്ത് ഉള്ളതാണ്. ബാക്കിയുള്ള ചരിത്രം പോലും, സുവിശേഷയുടെ ചരിത്രം പോലും ഇതിനകത്തില്ലല്ലോ. അപ്പോ 12 അപ്പോസ്തലന്മാരിൽ എത്ര എണ്ണത്തിനെ അടക്കി? പിന്നെ ഉള്ള ആളുകളെ എത്ര എണ്ണത്തിനെ അടക്കി? 1, 2, 3 നൂറ്റാണ്ടുകളിൽ സിംഹത്തിന് ഇരയായി കൊടുത്തതിനെ എങ്ങനെ അടക്കി? സമുദ്രത്തിലേക്ക് കല്ലും കെട്ടിത്താത്തതിനെ എങ്ങനെ ആരടക്കി? വാളുകൊണ്ട് വെട്ടിക്കൊന്നവനെ ആരടക്കി? അതുപോലെ തന്നെ തീ കൊണ്ട് കത്തിച്ച് ചാമ്പലാക്കിയവനെ ആരടക്കി? കൊതുകുതിരി കത്തിക്കുമ്പോ ഒരു പിടി ചാരം കിട്ടണമെന്ന് പറഞ്ഞ കിടക്ക് ഒരു മനുഷ്യനെ കത്തി ചാമ്പലാക്കിയാൽ ഒരു കയ്യിൽ ഒതുങ്ങാവുന്ന ചാരത്തിൽ അത് അവസാനിക്കും. ഇവനെയൊക്കെ ആരടക്കി എന്നാ പറയുന്നത്? 1, 2, 3 നൂറ്റാണ്ടിൽ ഒരു കാര്യം വളരെ ശരിയാണ്. മരിച്ച ആയിരക്കണക്കിന് ദൈവമക്കളിൽ അടക്കി ലഭിച്ചവർ വിരലെണ്ണാൻ ആളുകൾ മാത്രമേ കാണൂ. അടക്കിയിട്ടില്ല. ഈ അടക്കാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? ശവസംസ്കാരം കിട്ടാത്തത് കൊണ്ട് ഇവർക്ക് എന്ത് സംഭവിച്ചു? എല്ലാം നരകത്തിൽ പോയോ? ഇല്ല. ശവസംസ്കാരം നടന്നു കിട്ടിയവരെല്ലാം സ്വർഗത്തിൽ പോവോ? ഇല്ല, ഒരിക്കലും ഇല്ല. അടയ്ക്കാലും അടക്കിയില്ലെങ്കിലും, വെള്ളത്തിൽ ചീഞ്ഞു പോയാലും, ശൂന്യാകാശത്ത് കിടന്നാലും, വന്യമൃഗങ്ങൾ തിന്നാലും, കത്തിച്ചാലും, മറ്റേതു തരത്തിൽ അവരെ കൊന്നാലും, എണ്ണയിലിട്ട് മറുത്തു പൊരിച്ച് കൊന്നു കളഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്താലും ഇവരുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പറന്നു പോയാൽ ആത്മാവ് അതിന്റെ സ്ഥലത്ത് ചെന്ന് ചേരുകയും ഇവരുടെ മൃതശരീരം എങ്ങനെയുമാക്കാൻ കഴിയും? ഞാൻ ചോദിക്കട്ടെ, താമസമിന സെമിറ്ററികളും കല്ലറുകളും നിർത്തം ചെയ്തുകൊണ്ട് ഗവൺമെന്റ് ഒരു നിയമം
എന്താ ഈ നാട്ടിൽ ദഹിപ്പിക്കുന്ന രീതിയല്ല, മിഷനേല് ദഹിപ്പിക്കുന്ന രീതി, യന്ത്രത്തെ ദഹിപ്പിക്കുന്ന രീതി പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് ഒരു പിടി ഭസ്മമായി മാറും. അങ്ങനെയാണ് ഈ ഭാരതത്തിൽ ഹിന്ദുവാകട്ടെ, മുസൽമാനാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ അടക്കാവുള്ള ഒരു നിയമം വന്നാൽ എന്ത് ചെയ്യും? അതങ്ങനെ നടക്കും. ആകപ്പാടെ ഒരിക്കൽ സമയത്തിൽ ഒരു തെങ്ങും പിടിയോടത്തുള്ള സ്ഥലം മതി 1,00,000 ഇടവക്കാർ. അത് അത്രയും പേരെ വേണ്ടല്ലോ. ചവക്കോട്ടയായിട്ട് എന്താ എളുപ്പ, ഒരിക്കൽ സമയത്തിൽ ഒരു കുഴി മതി ഇത്രയും ഈ ചാരം ഇടാനായിട്ട്. എത്രയായിരം എണ്ണത്തിന്റെ ചാരം ഒരിക്കൽ സമയത്തിൽ ഒരു പിടി ചാരം ചെയ്ത് വിടാനായിട്ട് കഴിയും. വളരെ എളുപ്പം. പലകർമ്മങ്ങളൊക്കെ ചെയ്യാം. അവസാനം മണ്ണി വെക്കുന്ന നേരത്തെ അവർ ചെയ്യാൻ ഗവൺമെന്റ് ആളെ ഏൽപ്പിക്കും. അങ്ങനെയുള്ള ഒരുപിടി രാഷ്ട്രങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഇതൊക്കെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ഒരു ചുക്കും സംഭവിക്കത്തില്ല. കർത്താവിന്റെ മധ്യാകാശ വരവെങ്കിൽ, ദൈവത്തിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ, കർത്താവിന്റെ ഗംഭീരനാഥം മുഴങ്ങുമ്പോൾ, മീഖായേലിന്റെ ശബ്ദം ഉണ്ടാകുമ്പോൾ, വിശുദ്ധന്മാരുടെ സമൂഹം മുഴുവൻ അക്ഷരായി ഉയർത്തെഴുന്നേറ്റ് അവരെ തേജസ്കരിക്കപ്പെട്ടവരായി കർത്താവിന്റെ വരവിനെ എതിരേൽക്കുക തന്നെ ചെയ്യും. ശരീരം എന്ത് ചെയ്തു എന്നുള്ളത് ഒരു വിഷയമല്ല. അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ടതല്ല. ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല. ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. എന്റെ ഇടവപ്പള്ളി നടത്തിക്കൊണ്ടിരുന്ന അന്നത്തെ എന്റെ വികാരി അച്ഛൻ പറയാറുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. ശവസംസ്കാരത്തിന്റെ ക്രമം ഉള്ള വായിക്കുന്ന പുസ്തകം ആനീത പുസ്തകം എന്നാ പേര്. ആനീത പുസ്തകം എന്നാ പേര്. 4 ക്രമമുണ്ട് അതിനകത്ത്. ആ 4 ക്രമങ്ങളും ചൊല്ലി തീർത്ത് കൈവപ്പുള്ള ഒരു പട്ടക്കാരൻ എവനെ അടക്കിയാലും അവൻ സ്വർഗത്തിലാണ്. ശാരീരികമായ കൈവപ്പുള്ള ഒരു പട്ടക്കാരൻ എവൻ എങ്ങനെ മരിച്ചാലും വേണ്ടില്ല ഈ 4 ക്രമങ്ങൾ വള്ളിപ്പുള്ളി തെറ്റാതെ ചൊല്ലി തീർത്ത് ആ ശവസംസ്കാര കർമ്മങ്ങൾ സഭയുടെ വിധിപ്രകാരം നടത്തിയാൽ ഈ വ്യക്തിയുടെ ആത്മാവ് എവിടെയായിരിക്കും? സ്വർഗത്തിലാണെന്ന് എന്നോട് പറഞ്ഞ എന്റെ ചെവി കൊണ്ട് കേട്ടു. അപ്പൊ ഞങ്ങളത് പറയുകയും ചെയ്തു. അങ്ങനെ ആർന്നെങ്കിൽ നല്ലതാണ്. കാരണം 4 ക്രമം എത്തിച്ചാൽ മതിയല്ലോ. പക്ഷെ പരിപാടി നടക്കൂലല്ലോ അച്ഛാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നടക്കുമോ? ഒന്നാമത് തന്നെ ആ 4 ക്രമം ചെല്ലണമെന്നില്ല. 4 ചെല്ലിയാലും സമുദായത്തിന്റെ ദൈവം 4 ചെല്ലിയാലും കുഴപ്പമില്ല, 3 ചെല്ലിയാലും കുഴപ്പമില്ല, 2 ചൊല്ലിയാലും കുഴപ്പമില്ല, 1 ചൊല്ലിയാലും കുഴപ്പമില്ല. ഒരു വേള അത് 4 ചൊല്ലാതെ ഒരു കൗമായും ആ മണ്ണിടിയിൽ മാത്രം നടത്തിയാലും ഒരു കുഴപ്പമില്ല. അങ്ങനെ സമയവും സന്ദർഭവും അനുസരിച്ച് കൈകാര്യം ചെയ്യത്തക്കവണ്ണമാ ആ പുസ്തകവും ആ ക്രമവും പിതാക്കന്മാർ എഴുതിയിരിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ അറിയാവുന്ന പിതാക്കന്മാരുടെ ചോദിച്ചിട്ട് ഈ പറഞ്ഞതിനെതിരാണെങ്കിൽ ഞാൻ മറുപടി പറയും.